കയറി വരുമ്പോൾ തന്നെ ഒരു കൊമ്പൻ ഇങ്ങനെ തലയെടുപ്പോടെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് സമൃദ്ധി കേരള ഹൗസ് സ്റ്റാഫ് ക്യാൻറ്റീന് ഇവിടെയുള്ള ഫുള്ള് മലയാളീസാണ്. നമ്മളിവിടെ വന്നേ പിന്നെ ഇത്ര മലയാളീസിന് ഒരുമിച്ചിപ്പോൾ മലയാളീസ് ഉണ്ട് ഫുള്ളായിട്ട്. അപ്പോൾ നമ്മളിത് കേരള ഹൗസിൽ എത്തിയിട്ടുണ്ട്. ഇത് ഈ കാണുന്ന കേട്ടോ കേരള ഹൗസ്. ഇത് ഇവിടെ കയറി വരുമ്പോൾ തന്നെ ആന കാര്യങ്ങൾ കണ്ടു. ശരിക്കും ഇതിൻ്റെ ഫ്രണ്ട് വഴി അല്ലല്ലോ നമ്മൾ വന്നേ, നമുക്ക് തന്നെ ബാക്ക് വഴി കയറണം, ഫ്രണ്ട് വഴി കയറാൻ പറ്റില്ല എന്ന് തോന്നി. പിന്നെ ഇത് ഇവിടെ എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് കണ്ടല്ലേ, കുറേ കൊടിയൊക്കെ ആയിട്ട് എന്തൊരു വിഷയമുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ വഴി കയറാൻ പറ്റത്തില്ല. പിന്നെ അവിടെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. പിന്നെ ഒത്തിരി സ്ഥലങ്ങൾ ഇന്ത്യ ഗേറ്റ് അവിടെയൊക്കെ തന്നെ നമുക്ക് പോകാൻ പറ്റില്ല. പിന്നെ കുറേ സ്ഥലങ്ങൾ നമുക്ക് കയറാൻ പറ്റില്ല, ക്ലോസ് ആയി കിടക്കുന്നുണ്ട്. അങ്ങോട്ടൊന്നും പണിയൊക്കെ നടക്കുക, അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. അപ്പോൾ ഇത് നമ്മളിപ്പോൾ വന്നേക്ക് നമ്മുടെ ആളെ പരിചയപ്പെടുത്തി തരാം. ഇത് വിമലിൻ്റെ ഒരു കസിൻ ചേട്ടയാണ്. പേര് പറഞ്ഞേ? എൻ്റെ ഒരു ജഗൻ. നാട്ടില് മൂവാറ്റുപുഴ അല്ലേ? പ്രോപ്പർ കുത്താട്ടുകളാണ്. കേരളം കുത്താട്ടുളത്ത് പാലക്കുഴ വില്ലേജിലാണ്. പാലക്കുഴ നമ്മൾ തൊട്ടടുത്താ. ഇവിടെ എത്ര കൊല്ലമായി ഡൽഹിയില്? 20 വർഷത്തിന് മുകളിലായി. അല്ലേ? 96 വന്നതാണ്. ശരിക്കും മെഹ്റോളിൽ താമസിക്കുന്നത് നമ്മുടെ അടുത്ത് തന്നെ. ഇപ്പൊ ഞാൻ മെഹ്റോളിൽ താമസിക്കുന്നത്. നേരത്തെ പുഷ്പവിഹാറിലായിരുന്നു. അപ്പൊ അവിടുന്ന് മെഹ്റോളിൽ ഷിഫ്റ്റ് ചെയ്തു വീട്. നാട്ടിൽ പോയായിരുന്നു അടുത്ത് എങ്ങാനും? ഇപ്പം 2 months. ഞാനിപ്പോ നാട്ടിലെവിടെയാണ് നിൽക്കുന്നത്. അടുത്ത ദിവസം പോകുന്നില്ല, 7ാം തീയതി പോകുന്നില്ല നാട്ടില്. പിന്നെ ആള് ചെറിയൊരു റൈഡറാണ്. ഒരു ഡോമിനാർ 400 ഒക്കെ ഉണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നിങ്ങൾ ഗ്രൂപ്പ് റൈഡിംഗ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഇല്ലേ? ഞങ്ങൾ പോയി സർദാന പോയി, മീററ്റിന്റെ അടുത്താണ്. അതിനുമ്പ് ഞങ്ങൾ ഹിമാലയം റൈഡ് വെച്ചു, ചക്രാത്ത് പോയി, അങ്ങനെ കുറെ അധികം റൈഡ് വെച്ചു. വർഷത്തിൽ 3-4 റൈഡ്. മോസ്റ്റ്ലി അങ്ങോട്ട് സൈഡ് മറ്റേ നൈനിറ്റാള് അതുപോലെ ഉത്തരാഖണ്ഡ് സൈഡിലേക്കാണ് കൂടുതൽ പോയത്. പിന്നെ ഹിമാചൽ പ്രദേശ്, ഷിംല, മണാലി, കുറേ അധികം ഡെസ്റ്റിനേഷൻ ഞങ്ങൾ കവർ ചെയ്തു. നോർത്ത് ഏതാണ്ട് മുഴുവൻ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ 1 ഡേ റൈഡ് വെക്കും, അല്ലെങ്കിൽ വൈകുന്നേരം ചിലപ്പം നൈറ്റ് റൈഡ് വെക്കും. എല്ലാവരും ഞങ്ങളൊരു 5-8 പേരുടെ ഗ്രൂപ്പാണ്. DBA, ഡൽഹി ബുള്ളറ്റ് റൈഡേഴ്സ് എന്നാണ് അതിന്റെ പേര്. ഞങ്ങൾ 8 പേരുണ്ട്. ഇപ്പം എല്ലാവരും എല്ലാ വണ്ടിയുണ്ട്. അതുകൊണ്ട് ഡൽഹി ബൈക്ക് റൈഡേഴ്സ് മാറ്റാനുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. അതാണ് ഞങ്ങൾ നന്നായിട്ട് പോകുന്നു. ഇപ്പോൾ ഇവരെ ഞങ്ങൾ ഇങ്ങോട്ട് ഡൽഹിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അനന്തുവിനെയും മനുഷ്യനെയും എല്ലാവിധ വലിയൊരു എക്സ്പെഡീഷൻ ആട്ടോ ഞാൻ നോക്കിയിട്ട്. കാരണം നിങ്ങൾ കേരളത്തിൽ നിന്ന് നോർത്ത് ഈസ്റ്റ് പോയി, നോർത്ത് ഈസ്റ്റ് ഡൽഹി വന്നു, ഇനി ഇവിടുന്ന് ലഡാക്ക്. ഇത് വലിയൊരു എല്ലാവരും അഭിനന്ദിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ. അപ്പം നമ്മളിപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ് ഇങ്ങോട്ട് വന്നേക്കണേ. പിന്നെ ഗില്ലുണ്ട്, അവനാണെങ്കിൽ മെട്രോ ഓടിച്ചോ അല്ലേ? അവനിപ്പോൾ കുറച്ച് വണ്ടിയുടെ ഹെൽമെറ്റ് ഇല്ലാത്തതുകൊണ്ട് അവൻ വണ്ടിയുടെ വെച്ചിട്ട്. അതെ, ഞങ്ങൾ ശരിക്കും 5-ാം തീയതി ഇവിടെ വരുവായിരുന്നെങ്കിൽ ഇവിടെ ഞങ്ങളൊരു വലിയ റൈഡൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ എത്താൻ ലേറ്റ് ആയിപ്പോയി അല്ലേ? അതുകൊണ്ട് ഞങ്ങൾ ക്യാൻസൽ ചെയ്തത്. പിന്നെ അവിടുത്തെ ക്ലൈമറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. മറ്റേ ഗംഗോത്രി ട്രിപ്പായിരുന്നു. 4 ദിവസത്തെ ട്രിപ്പായിരുന്നു. പിന്നെ ഇത് കേരള ഹൗസ് ഇത് മൊത്തത്തിലല്ലേ പറയണേ സംഭവത്തിന്? ഇത് മൊത്തത്തിൽ കേരള ഹൗസ് നമ്മുടെ കേരളത്തിന്റെ ഒരു മറ്റേ എംബസി പോലെ. ഇപ്പം ഇന്ത്യയുടെ പുറത്തുള്ള ഒരു എംബസി പോലെയാണ്. കേരളത്തിന്റെ ഒരു എംബസിയാണ് ഇവിടെ ഡൽഹിയിലുള്ള. അപ്പൊ ഇവിടെ നമ്മുടെ ഡൽഹിയിലൊക്കെ എന്തെങ്കിലും മലയാളികൾക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ കോർഡിനേഷനും അതുപോലെ ഇപ്പം നാട്ടിലുള്ള മന്ത്രിമാരും ഓരോ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഒരുമിച്ച് താമസിക്കുക. ഇവിടുത്തെ എല്ലാം ഡൽഹി ഏതെങ്കിലും ഗവൺമെന്റ് ഓഫീസുകളൊക്കെ ആയിട്ട് ലൈസൻസിങ് ചെയ്യുക, അങ്ങനെ എല്ലാ പരിപാടി ഇവിടെ നടക്കുന്നത്. പിന്നെ ചീപ്പായിട്ട് മറ്റേ കേരള ഫുഡ് കിട്ടത്തില്ല? കേരള ഫുഡ് ഒരു ക്യാൻറ്റീൻ ഉണ്ട്, നല്ല ക്യാൻറ്റീനാണ്. അപ്പം വിലക്കുറവുണ്ട്. അതുപോലെ നമുക്ക് നാടൻ ഫുഡാണ് കിട്ടുന്നത്. ഇപ്പോൾ ഈ ബീഫ്, ഫിഷ് എല്ലാ ഐറ്റവും ഉണ്ട് ഇവിടെ. വളരെയധികം വിലക്കുറവാണ്. പിന്നെ ഓണ സമയങ്ങളിലൊക്കെ ഇവിടെ ഓണസദ്യ ഉണ്ടാവും. അങ്ങനെ എല്ലാം നല്ലൊരു അറ്റ്മോസ്ഫിയർ, ഒരു കേരള അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. അപ്പോൾ ഇത് ഈ കാണുന്നതാണ് ശരിക്കും ഇതൊരു ഗസ്റ്റ് ഹൗസ് ആണ്. ഇങ്ങ് അങ്ങറ്റം വരെ ഉണ്ട്. ഇവിടെയാണ് നമ്മൾ കേരളത്തിൽ നിന്ന് മന്ത്രിമാരൊക്കെ വരുമ്പോൾ താമസിക്കുന്നത്. അവിടെ അല്ലേ? കേരളത്തിൽ മന്ത്രിമാരൊക്കെ വരുമ്പോൾ മന്ത്രിമാർ MPമാരൊക്കെ തന്നെ താമസിക്കുന്നത് ഇവിടെയാണ്. ശരിക്കും നമുക്കിവിടെ താമസിക്കാൻ പറ്റുമോ? നമുക്ക് റൂം കിട്ടും, നമ്മൾ പെർമിഷൻ എടുക്കണം. റൂം കിട്ടും, നമുക്ക് താമസിക്കാം. നമുക്ക് താമസിക്കാം അല്ലേ? റൂം ബുക്ക് ചെയ്താൽ മതി. പിന്നെ ഇനി അപ്പുറത്താണ് ഇതിൻ്റെ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ. പിന്നെ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ ഇത് സമൃദ്ധി കേരള ഹൗസ് സ്റ്റാഫ് ക്യാൻറ്റീന്. ഇതാണ് ഇവിടുത്തെ ക്യാൻറ്റീന്. ഇവിടെ സകല സാധനം കിട്ടും. വെജ്, മീൻസ്, ചിക്കൻ ചുക്ക, കപ്പ, പൊറോട്ട, ബീഫ്, എന്നെ വെള്ളം കിട്ടുമല്ലേ? ഞാൻ ചോറ് കഴിക്കാൻ. അവൻ ചോറാണ് കഴിക്കുന്നത്, ഞാൻ പൊറോട്ടയും ബീഫാണ് കഴിക്കുന്നത്. ഇവൻ ചോറാണ് കഴിക്കുന്നത്. ഞങ്ങൾ ഊണാണോ? ഓ, നിങ്ങളെല്ലാം ഊണാണ്. ചോറ് എന്നാലും ഒരു 10 ദിവസമായിട്ട് നിങ്ങളാണ്. പിന്നെ പൊറോട്ടയൊക്കെ കഴിച്ചിട്ട് എൻ്റെ മോനെ 19 ദിവസമായി. അപ്പം നമുക്കിവിടെ ആദ്യം ബില്ല് കാര്യങ്ങളൊക്കെ എടുക്കണം. ബില്ല് ഇവിടെ കൊടുത്തിട്ട് അതായിട്ടല്ല അപ്പുറത്തല്ലാണ്ടേ അപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്കിത് ക്യാൻറ്റീനകത്തൊരു ഫുഡ് കഴിക്കാം, നമ്മുടെ കേരള സ്റ്റൈൽ ഫുഡ്. അപ്പോൾ എനിക്കുള്ളത് പൊറോട്ടയും ബീഫും. ഇവർ നല്ല ഊണ് തരുന്നുണ്ട്. കൊള്ളാമോ? പപ്പടവും മീൻകറി അടിപൊളിയാട്ടോ. സാമ്പാർ, അവിയലുണ്ട്. പിന്നെ ഒരു തോരൻ കറി ഉണ്ടല്ലേ. ഊണ് തന്നെ വില? ഊണ് 100 അല്ലേ? 80 രൂപ അല്ലേ? ഊണ് 80, ബീഫ് ഫ്രൈ 100. ഫിഷ് ഫ്രൈ ആണെങ്കിൽ 80,
വലിയ കുഴപ്പമില്ല കേട്ടോ, റീസണബിൾ റേറ്റിനാണ്. ഫിഷ് ഫ്രൈ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പൊറോട്ടയും ബീഫും. അപ്പോൾ ഞാൻ കഴിക്കട്ടെ. അപ്പോൾ നമ്മളിത് ഇന്ന് വൈകിട്ട് ഡൽഹിയിൽ ഇവിടെ ഒരു മാച്ച് കാണാനായിട്ട് വന്നതാണ്. അതായത് ഇവിടെ ഉള്ള ഫുള്ള് മലയാളീസാണ്. നമ്മളിവിടെ വന്നേ പിന്നെ ഇത്ര മലയാളീസിന് ഒരുമിച്ചിപ്പോൾ മലയാളീസ് ഉണ്ട് ഫുള്ളായിട്ട്. അതെ, നമ്മൾ ഇത്ര ദിവസം ഇന്ന് നമ്മുടെ ആൽബിൻ്റെ വർക്ക് ചെയ്യുന്ന RFG എന്ന് പറഞ്ഞൊരു കമ്പനിയുണ്ട്. അപ്പോൾ ആ ഒരു കമ്പനിയുടെ മാച്ചാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ MD ഇവിടെ ഇപ്പോൾ നമുക്ക് MD ആയതിനെ പരിചയപ്പെടാം. സാറ് നാട്ടിൽ എവിടെയാണ്? നാട്ടിൽ കോട്ടയം. കോട്ടയല്ലേ? ഓക്കെ. ഇപ്പോൾ ഈ കമ്പനി നമ്മൾ എത്ര നാളെ തുടങ്ങിയിട്ട്? ഇത് ഇറ്റ്സ് ഓൾമോസ്റ്റ് 20 വർഷം. It's almost 20 years now. 20 years അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ മാച്ചസ് എങ്ങനെ അടിക്കണം? Company games basically in between, for to build up the team spirit and the overall team building process actually. Yes. Okay. നമ്മുടെ സ്റ്റാഫ്സ് ഒക്കെ എവിടെ നിന്നാണ്? Maximum 99.9% it's Mallus only. Yes. Mallus അല്ലേ? Okay. Clients ഒക്കെയോ? ഇങ്ങനെ Clients we have all over India actually, and even abroad also, because we have online classes also. US, UK, Australia, everywhere we have clients. Yes. Okay. ഇപ്പോൾ നിലവിൽ എത്ര സ്റ്റാഫ് ഉണ്ട് ഇങ്ങനെ? 200 plus we have. Yes. ഉണ്ടല്ലോ. മിച്ചം സ്റ്റാഫ് ഉണ്ട്. ഓക്കെ. അപ്പം കണ്ടതിൽ വളരെ സന്തോഷം. ഓക്കെ. സാറിനെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു, തിയേറ്ററിൽ വെച്ച് ഞങ്ങൾ മീറ്റ് ചെയ്തായിരുന്നു. ഭയങ്കര ഒരു കൂൾ മനുഷ്യനാണ്. പിന്നെ ഇവിടെ ഫുള്ള് മലയാളീസ് ആട്ടുന്നുണ്ടല്ലോ, ഇത് ഒത്തിരി പേരുണ്ട്. ഇത് വേറെ കളി അനയാണ്. അനക്ക് നമ്മൾ റൂമിൽ നിൽക്കാനാണ്. നാട്ടിലെവിടെയാണ്? അനേനെ കഴിഞ്ഞ ദിവസം മരിയപ്രദം വരില്ല, കൊത്തമനാർ നമ്മൾ ഒരുമിച്ച് പോകണ്ടായിരുന്നു. കളിക്കാനല്ലേ? കൂടുതലും മലയാളികളല്ലേ? 90% മലയാളികളല്ലേ? എന്തൊക്കെ കളികൾ നടത്തും ഇവിടെ? മറ്റേ ഫുട്ബോളും വോളിബോളാണ് മെയിനായിട്ട്. ഫുട്ബോളും വോളിബോളും അല്ലേ? ക്രിക്കറ്റും അല്ലേ? മന്ത്ലി വൺസ് 2 ഗെയിംസ്. ഇത് വേറെ ചേട്ടനാ? ചേട്ടാ പേര് ചേട്ടാ? എൻ്റെ പേര് ശശി തരൂർ. ഞാൻ ഡൽഹിയിൽ ഇവിടെ RFG കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അല്ലേ? അപ്പം നമുക്ക് ഇനി കുറച്ച് നേരം കളി കാണാം. ഇതിപ്പോൾ എത്ര ടീമുണ്ട് ഇവിടെ? മെയിൻലി 2 ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ് ഫുട്ബോൾ കമ്പനിയിൽ. അപ്പോൾ അതിലിങ്ങനെ കമ്പനി ഗെയിംസ് വെച്ച് നമുക്കിങ്ങനെ ഒരു പടാകാരം അറേഞ്ച് ചെയ്യാം. ഇവരുടെ എല്ലാവരുടെയും ടീഷർട്ട് ഉണ്ട്. RFG എന്ന് പറഞ്ഞ ടീഷർട്ട് എല്ലാത്തിനും ഓരോ കളറാട്ടോ. ഇത് നിങ്ങൾക്ക് എത്ര ടീഷർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്? ഇവന് ഒത്തിരി സംഭവങ്ങളല്ലേ RFGയുടെ? കമ്പനിയെല്ലാം പ്രൊവൈഡ് ചെയ്യും നമുക്ക്. അല്ലേ? RFGയുടെ തന്നെ. ഇത് നമ്മുടെ എതിർ ടീം. ഓക്കെ. ഇത് വേറെ ആളെ പരിചയപ്പെടാ. പേര് പറഞ്ഞ്? ജോസ് അല്ലേ? നാട്ടിലെ ഞാൻ കൊച്ചിയിൽ പരിചയപ്പെടാൻ നിന്ന് കഴിഞ്ഞ് ഇവിടെ ഉള്ള എല്ലാവരും പരിചയപ്പെടാൻ അതുപോലെ ആൾക്കാർ മലയാളികളാണ്. വേറെ ടീമാണ് പരിചയപ്പെടുത്തുക. നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. നമ്മുടെ കമ്പനി ഓപ്പൺ ആണ് എല്ലാവർക്കും. ഓപ്പൺ ആണല്ലേ? അതായത് നമുക്ക് വേണമെങ്കിൽ കമ്പനി കൊണ്ട് ജോയിൻ ചെയ്യാൻ പറ്റുമല്ലേ? ജോയിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ ഗ്രൂപ്പ് ID-യിലേക്ക് മെയിൽ അയച്ചാൽ മതി. ഓക്കെ. ബാക്കി നമ്മൾ ഇന്റർവ്യൂയും കാര്യങ്ങളൊക്കെ നടത്തും. എലിജിബിൾ ആണെങ്കിൽ ഓക്കെ. അപ്പം നമുക്ക് ഈ ഒരു കമ്പനി ജോയിൻ ചെയ്യണേ തന്നെ ട്രെയിനിങ് നമുക്ക് ഇവിടെ ട്രെയിനിങ് എടുത്തല്ലേ? എൻ്റെ ട്രെയിനിങ്സ് എല്ലാം വേണ്ടല്ലേ? ഇത്രയും പേരുണ്ട് ഇവിടെ വർക്ക് ചെയ്യാനായിട്ട്. ഇവിടെ ഒരു ഗ്യാങ് ഉണ്ട്, പിന്നെ ഇവിടെ വേറൊരു ഗ്യാങ് ഉണ്ട്. ഒരു 200 ചില്ലാനും ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോൾ തന്നെ. അപ്പോൾ ഇത് ആദ്യത്തെ മാച്ച് 1-1 തീർന്നു. ഇനിയിപ്പോൾ ഇത് പെനാൽറ്റിയാണ്. മിസ്സായി.
വീണ്ടും വീണ്ടും മിസ്സുകളാണ് തന്നെ. അപ്പോൾ ഇതോരെണ്ണം കയറി കഴിഞ്ഞ് ഇവർ എൻട്രി ചെയ്യും. ഇത് ലാസ്റ്റത്തെ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം തന്നെ ഒരു 3-4 കഴിഞ്ഞപ്പോൾ അവസാനം